ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിലെ പുതുതായി തുടങ്ങിയ പാരഗൺ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നല്ല തിരക്കാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 100ാമത്തെ നമ്പറാണ് എൻ്റേത്. നമുക്കിവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാം. കൂടാതെ നമുക്കവിടെ ബുക്ക് ചെയ്ത് എത്ര പേരാണെന്നുള്ളത് റിസർവ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്ത് പോയി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ ഏകദേശം ഒരു 9 മണിക്ക് അവിടെ എഴുതിയിട്ടാണ്. 9:30 കഴിഞ്ഞപ്പോൾ ശേഷമാണ് എനിക്ക് കിട്ടിയത്. ഫുൾ തിരക്കാണ്, നല്ല ആൾക്കാരുണ്ട്, നല്ല സ്പേസും ഉണ്ട്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു മെനു കാർഡാണ്. നമ്മളെ പാരഗണിലുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫിഷ് മോളി, ഫിഷ് മാങ്ങാക്കറി, ഞണ്ട്, പിന്നെ അങ്ങനെ. ഇത് സുമേഷ് ഗോവിന്ദാണ് ഇതിൻ്റെ CEO, പാരഗണിൻ്റെ CEO. പുള്ളിയാണ് ഈ കോഴിക്കോടും മറ്റേ അവിടെ ദുബായിലൊക്കെയുള്ള പാരഗണിൻ്റെയൊക്കെ ഉടമസ്ഥൻ. ഞാൻ വെയിറ്റ് ചെയ്യണം. എൻ്റെ പേര് വിളിക്കാൻ വേണ്ടി കാത്തിക്കുവാണ്. അങ്ങനെ എൻ്റെ പേര് വിളിച്ചിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂറിന് ശേഷം പേര് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ടേബിള്. നല്ല ടേബിളാണ്. നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്കൊന്നൊരു 10-40 ടേബിളെങ്ങുണ്ട് മിനിമം ഇവിടെ ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. അത്രയും വലിയൊരു റെസ്റ്റോറൻ്റാണ്. സാധാരണ നമുക്ക് മാളിൻ്റെ അകത്ത് ഇത്ര വലിയ റെസ്റ്റോറൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും കൊള്ളാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത്രയും സ്റ്റാഫും ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫുൾ ആൾക്കാരാണ്. കിച്ചണിലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പമൊക്കെ ചൂടുന്നുണ്ട്. അപ്പത്തിൻ്റെ ഒഴിക്കുന്നുണ്ട് അവിടെ. അപ്പവും ചിക്കൻ കറി, മീൻ കറി സ്പെഷ്യലാണല്ലോ. അതാ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നത്. അവിടെ ഓർഡർ എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടത് പാരഗൺസ് അവാർഡ് വിന്നിങ് ബിരിയാണീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാരഗൺ ബിരിയാണി കഴിക്കാനാണ് വന്നത്. കോഴിക്കോട് പാരഗൺ എന്നൊക്കെ ഇഷ്ടംപോലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ബിരിയാണി ഓർഡർ ചെയ്യുന്നത്. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പൊതുവേ. ഉള്ളൂർ പാരഗണിൽ നമ്മൾ ബിരിയാണി കഴിക്കാറുണ്ട്. ഫിഷ് മാംഗോ കറിയും അതൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ വെള്ളം വന്നു. നല്ല ചൂടുവെള്ളം ഒഴിച്ചിരിക്കുകയാണ്. അടുത്തതായി പ്ലേറ്റ്. നമ്മൾ രാത്രിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റിംഗ് ഉണ്ട്. നല്ല പീക്ക് അവറാണ്. നല്ല തിരക്കുമുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടറായി ഓർഡർ ചെയ്ത ഹണി ഗ്ലേസ്ഡ് ചിക്കൻ വന്നു. നന്നായിട്ട് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹണി ഗ്ലേസ്ഡ്. ഇത് ചെയ്യാനാണെന്ന് തോന്നുന്നു അവർ കുറച്ച് ടൈം എടുത്തത്. നമ്മളെന്തായാലും ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡ് ഇവിടെ വന്നത്. എന്ത് പറയാൻ, അത്രയും ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ്. അങ്ങനെ പ്രശസ്തമായ പാരഗൺ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ലഗോൺ കോഴിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, സാധാരണ ബ്രോയിലർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ഭയങ്കര നല്ല ടേസ്റ്റുമാണ്. ബിരിയാണി എന്തായാലും രാത്രി ഉണ്ടാക്കുമല്ലോ, നേരത്തെ ഉണ്ടാക്കി വെച്ചാണ്. കുറച്ച് ചൂടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ നമുക്ക് സൈഡും ഉണ്ട്. അത് കാണാൻ വേണ്ടി പറ്റുക. ലഗോൺ പീസ്, നല്ല വലിയ 2 പീസ് തന്നെയുണ്ട്. ലഗോൺ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിപ്പോൾ രാത്രി ഒരു 9:30 കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡിലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്തായാലും മോശമല്ല, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലാതല്ല. കോഴിക്കോടുള്ള ബിരിയാണിയുടെ അത്ര വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചൂടോടെ കഴിക്കാത്തതുകൊണ്ടായിരിക്കണം. നമുക്കൊരു ഉച്ചക്കൊക്കെ വന്ന് കഴിക്കുവാണെങ്കിൽ നല്ല ഒരു സ്പെഷ്യൽ എഫക്റ്റ് തന്നെ കിട്ടും. അതിനുശേഷം മറ്റേ നമ്മുടെ ഇളനീർ പുഡിങ്ങാണ് ഓർഡർ ചെയ്തത്. ഇളനീർ പുഡിങ് കുലുങ്ങുന്നത് കാണുന്നത് നിങ്ങൾക്ക്. ഇളനീർ പുഡിങ്ങിന് മുകളിൽ ആ ഒരു ഗാർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ലീഫ്, പിന്നെ ഒരു വാട്ടർമെലനാണത്. ഇളനീർ പുഡിങ്ങും കൊള്ളാം, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അവരുടെ പ്ലേറ്റൊക്കെ കാണണം. നല്ല അടിപൊളി സൂപ്പർ പ്ലേറ്റാണ്. കൂടാതെ ഇവിടെ വെച്ചാൽ ഇവിടെ ഉള്ളിൽ തന്നെ നമുക്ക് വാഷ് ഏരിയയും ടോയ്ലറ്റും ഉണ്ട്. സാധാരണ ഇപ്പോൾ മാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റ് പുറത്തോട്ടേക്ക് വാഷ്റൂം പോകേണ്ടി വരുന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇവിടുത്തെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണ്. അടിപൊളി സെറ്റപ്പാണ്. കൂടാതെ ഇവിടെ പല പല പേസ്ട്രീസും, കുനാഫ, ക്യാരറ്റ് ഹൽവ, അങ്ങനെ പുഡിങ്, അങ്ങനെ പല വെറൈറ്റി പേസ്ട്രി ആൻഡ് കേക്ക് ഐറ്റംസും ഉണ്ട്. കാരമൽ കസ്റ്റർഡ്, അങ്ങനെ പല പല വെറൈറ്റി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം
ചില ആൾക്കാർക്ക് മധുരം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ശീലമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ കഴിക്കാൻ വേണ്ടി പറ്റും. ആ സ്പീക്കറിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, നല്ലൊരു ഫുഡാണ്. എന്തായാലും എല്ലാവരും ഒന്ന് പാരഗൺ ട്രൈ ചെയ്യണം ലുലു മാളിൽ.